ഹലോ, മല്ലു റൂട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വീഡനിലേക്ക് വരുന്ന പ്രത്യേകിച്ച് ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇവിടെ സ്വീഡനിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്, ഇവിടെ സ്വീഡിഷിലാണോ സ്കൂളിംഗ് കാര്യങ്ങളെല്ലാം സ്വീഡിഷിലാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്വീഡനിലെ സ്കൂളിംഗ് സിസ്റ്റത്തെക്കുറിച്ച് ഒരു ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമുക്കിവിടെ പബ്ലിക് സ്കൂളുകളും പ്രൈവറ്റ് സ്കൂളുകളും അവൈലബിൾ ആണ്. അതിൽ സ്വീഡിഷ് സ്കൂളുകളുമുണ്ട്, ഇൻ്റർനാഷണൽ സ്കൂളുകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ സ്കൂളുകൾ അധികവും സിറ്റി സൈഡുകളിലാണ് വരുന്നത്. അത് ഈ പറയുന്ന എല്ലാ കമ്മ്യൂണിലും അല്ലെ എല്ലാ ഏരിയകളിലും നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂളുകൾ ഉണ്ടാവണം എന്നില്ല. പക്ഷേ സ്വീഡിഷ് സ്കൂളുകൾ ഇവിടെ എല്ലാ കമ്മ്യൂണിലും 3-4 സ്കൂളുകളൊക്കെ വെച്ച് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ കുട്ടികളായിട്ട് വരുന്നവർക്ക് അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ സെയിം കമ്മ്യൂണിൽ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് പറ്റുന്ന സ്കൂൾ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ സ്കൂളിൽ ചേർക്കുന്ന ഏജിൻ്റെ കാര്യമാണെങ്കിലും പലരുടെയും ഡൗട്ടുള്ളൊരു കാര്യമാണ്. കാരണം പല കൺട്രികളിലും ഏജ് അനുസരിച്ചാണ് കുട്ടികളുടെ ക്ലാസ്സുകളിലേക്കൊക്കെ ഇരുത്തുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. 1 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂളാണ്. 5 വയസ്സിന് ശേഷം, അതായത് 6 വയസ്സ് തൊട്ടുള്ളത് പ്രൈമറി സ്കൂളിലേക്കാണ്. അത് കമ്പൽസറി എഡ്യൂക്കേഷനാണ്. ഓക്കെ, അതായത് സ്വീഡനിൽ വരുന്ന ഇവിടെ ഉള്ളവരോ അല്ലെങ്കിൽ വരുന്നവരായ ആൾക്കാരുടെ കുട്ടികൾക്ക് 6 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ 6 വയസ്സായിട്ടുണ്ട് എങ്കിൽ കമ്പൽസറി എഡ്യൂക്കേഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്വീഡിഷ് സ്കൂളുകളോ ഇൻ്റർനാഷണൽ സ്കൂളുകളിലോ എവിടെയാണെങ്കിലും കമ്പൽസറി ആയി കുട്ടികളെ സ്കൂളിൽ വിട്ടിരിക്കണം. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം 6 to 16 അതാണ് ഇവിടുത്തെ ഒരു ഏജ് എന്ന് പറയുന്നത്. പഠിക്കുന്നതിന് കമ്പൽസറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് 6 തൊട്ട് 16 വരെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 9ാം ക്ലാസ് വരെയേ കമ്പൽസറി ആയിട്ട് എഡ്യൂക്കേഷൻ ഉള്ളൂ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ അറിയാലോ, ഇപ്പോൾ നമുക്കൊരു നല്ല ഫ്യൂച്ചറിൽ നല്ലൊരു ജോബും കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ നല്ല ഡിഗ്രി കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ 9ന് ശേഷം പിന്നുള്ളത് 10, 11, 12 നമ്മുടെ +1, +2 പോലെ ഇവിടെ ഒരു വർഷത്തോടെ കൂടുതൽ, അതായത് 10 തൊട്ടേ അത് സ്റ്റാർട്ടാകുന്നു. 10, 11, 12 ഇത് മൂന്നും ഒന്നിച്ചാണ്. അതിന് ജിംനാസിയം എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ അതിനുശേഷമാണ് നമ്മളൊരു ബാച്ചിലർ ഡിഗ്രിയിലേക്കൊക്കെ കയറുന്നത്. അപ്പോൾ ബാച്ചിലർ ഡിഗ്രിയോ ഡിപ്ലോമയോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ 1 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെ പ്രീ സ്കൂളിലും അത് കമ്പൽസറി അല്ല. 6 വയസ്സ് തൊട്ട് നമ്മൾ പ്രൈമറി സ്കൂള്, ദെൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അങ്ങനെ നമ്മൾ 9th വരെ കമ്പൽസറി ആയി പഠിച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് 10th, +1, +2, ദെൻ അത് കഴിഞ്ഞ് ഡിഗ്രി, മാസ്റ്റേഴ്സ് അങ്ങനെ എടുത്ത് പോകാം. അതുപോലെ ഫീസിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പം പ്രീ സ്കൂളിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ 1 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികൾ പ്രീ സ്കൂളിൽ പോകുന്നതിന് ഫീസ് ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് 2 രീതിയിലാണ്. ഒന്ന്, ഇപ്പോൾ വർക്ക് പെർമിറ്റിലുള്ള ഒരു ഫാമിലിയാണ്, ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്, നിങ്ങൾ വർക്ക് പെർമിറ്റിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടിയുള്ളെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ 3% ആ കുട്ടിക്ക് ഫീസായിട്ട് വരും. ഇനി 2 കുട്ടികളുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് അതിൻ്റെ 2% ആയിരിക്കും, നിങ്ങളുടെ സാലറിയുടെ 2% ആയിരിക്കും. ഇനി 3 കുട്ടികളുണ്ടെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് 1% ആയിരിക്കും. 4ാമത്തെ കുട്ടി തൊട്ട് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് വർക്ക് പെർമിറ്റിൽ വരുന്നത്. ഇനി സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നൊരു ഫാമിലി ആണെങ്കിൽ അത് പലർക്കും അറിയില്ല. കാരണം സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഫാമിലിക്ക് നിങ്ങൾക്ക് ഫീസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് ജോലി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻകം ചോദിക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലും നിങ്ങൾ നാട്ടിൽ കിട്ടിയിരുന്ന ഇൻകോ അല്ലെങ്കിൽ നാട്ടിലത്തെ വരുമാനമോ കാര്യങ്ങളൊന്നും എഴുതരുതായിരിക്കും. നിങ്ങൾക്ക് സ്വീഡനിൽ ഒരു ഇൻകം ഇല്ല എങ്കിൽ നിങ്ങളത് 0 തന്നെ ഫില്ല് ചെയ്യുക. ചിലരത് ബ്ലാങ്കായിട്ട് ഒഴിവാക്കാറുണ്ട്, പക്ഷേ അത് 0 തന്നെ ഫില്ല് ചെയ്യുക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ഫുൾ ടൈം ഇവിടെ ഫ്രീ ആയിട്ട്, അത് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്കാണ് കേട്ടോ, എല്ലാവർക്കുമല്ല. പക്ഷേ ചില സ്കൂളുകളിൽ ഫീസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഫീസ് ഉള്ളതും ഫീസ് ഇല്ലാത്തതുമായ സ്കൂളുകളുണ്ട്. അതായത് ഒരു 30-35 മണിക്കൂർ ആഴ്ചയിൽ ഫീസ് ഇല്ലാതെ തന്നെ വിടാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ. ഓക്കെ, ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ അറിയിക്കണം, നിങ്ങൾക്ക് ഇത്ര സാലറി ഉണ്ടെന്നുള്ളത് അറിയിക്കണം. അതനുസരിച്ചുള്ള ഒരു എമൗണ്ട് മന്ത്ലി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതുപോലെ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നത് 3 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക്, 3 തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 15 മണിക്കൂർ ഫ്രീ ആയി സ്കൂളിൽ പോകാനുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ജനുവരി തൊട്ട് വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും അത് ബാധകമാണ്. അതുപോലെ സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഡിപ്പെൻഡായിട്ട് കൊണ്ടുവരാൻ പറ്റും. 18 വയസ്സ് കഴിഞ്ഞത് അല്ലെങ്കിൽ ഒരു 17 ഒക്കെ ആയതാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വിസയ്ക്ക് കൊടുക്കുമ്പോൾ റിജക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലിയാണ് എങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ എഡ്യൂക്കേഷൻ നാട്ടിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവരെ കൊണ്ടുവരാനായിട്ട് നോക്കുക. അതുപോലെ നിങ്ങളിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു, നിങ്ങളുടെ കുട്ടികൾ ഇവിടെ ഒരു +2 വരെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വെക്കുക. ദെൻ അതിന് ശേഷം അവർ, അതായത് 18 വയസ്സായി അവർ ഡിഗ്രിയിലേക്ക് കയറണമെങ്കിൽ
സ്റ്റുഡൻറ്റ് വിസയിലാണ് അപ്പോഴും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്, ഫാമിലി കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഡിഗ്രി പഠനം ഇവിടെ സാധ്യമല്ല. നിങ്ങൾ വർക്ക് പെർമിറ്റിലായാൽ മാത്രമേ കുട്ടികൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ കൂടെ ഡിപ്പെൻഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വീഡനിലേക്ക് വരുന്നവർ ഒന്നുകൊണ്ടും വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ സേഫ് ആയിരിക്കും, നാട്ടിലേക്കാൾ സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.